ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ സ്ത്രീകളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടിട്ട് മക്കൾക്ക് കൊടുക്കുക, കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക, ഹസ്ബൻഡിൻ്റെ ആരോഗ്യം നോക്കുക, മക്കളുടെ ആരോഗ്യം നോക്കുക എന്നൊക്കെ ഉള്ളതാണല്ലേ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ആരോഗ്യം എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളെ കാര്യങ്ങൾ. നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കുട്ടികൾ ബാക്കി ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ തലേസത്തെ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയണ്ടേ എന്ന് വിചാരിച്ചും കണ്ടിട്ട് അത് കഴിക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. എപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ളായിരിക്കും വയറ്, പക്ഷേ നമ്മളുടെ ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടോ എന്ന് നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ആരോഗ്യവതിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടുകൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടും സന്തോഷത്തോടുള്ള കുടുംബം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഓരോ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ വീഡിയോസിൽ മോർണിംഗ് റൂട്ടീനെ പറ്റിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമല്ലേ. അതായത് ഫസ്റ്റ് നമ്മൾ ആരോഗ്യവതിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് നടത്താം. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടോ, ബ്ലഡിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അതൊക്കെ അറിയാനായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാൽഷ്യം അയണൊക്കെ ഉണ്ടോ, അതിൻ്റെ കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് കഴിയുമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ ജോലിക്കിടയിൽ സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെ രാവിലെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ കാൽഷ്യം അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കാം. ഇലക്കറികൾ, ധാന്യങ്ങൾ, പാല്, മുട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും നമ്മൾ കഴിക്കാനായിട്ട് നോക്കണം. പിന്നെ പാല് കുടിക്കുക. പാല് ഇപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 5 ദിവസമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് നോക്കാം. പിന്നെ ഇലക്കറികൾ, മുരിങ്ങയുടെ ഇലയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഈന്തപ്പഴം, ശർക്കര, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കതിൽ നിന്ന് അയൺ കിട്ടും. പിന്നെ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഉച്ച സമയത്തുള്ള ഭക്ഷണത്തിലൊക്കെ തൈര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയാസ് വർദ്ധിക്കാനൊക്കെ തൈര് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചും കണ്ട് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യത്തോടുള്ള കുടുംബം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മളുടെ എല്ലാ കാര്യത്തിനും നമുക്ക് ആരോഗ്യം അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.